ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം അവസാന ഘട്ടത്തിൽ. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 5.4 കോടി രൂപയുടെ നവീകരണ പ്രവർത്തികളാണ് പൂർത്തിയാകുന്നത്. മഹാരാഷ്ട്ര കമ്പനി ഏറ്റെടുത്ത ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 2024 ഫെബ്രുവരിയിലാണ് സിവിൽ പ്രവൃത്തി ആരംഭിച്ചത്. സിവിൽ പ്രവൃത്തികൾക്ക് 2.42 കോടിയും മെക്കാനിക്കൽ പ്രവൃത്തികൾക്ക് 2.62 കോടി രൂപയും അടക്കം 5.4 കോടി രൂപയുടെ നവീകരണ നിർമ്മാണ പ്രവൃത്തികളാണ് അവസാന ഘട്ടത്തിൽ നിൽക്കുന്നത്. പഴയ തുരുമ്പിച്ച ഷട്ടറുകൾ പൂർണ്ണമായും നീക്കം ചെയ്ത് 33 പുതിയ ഷട്ടറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മോട്ടോർ മെക്കാനിസത്തിന്റെ സഹായത്താൽ ഷട്ടറുകൾ ഉയർത്താനും താഴ്ത്താനും കഴിയും. ജനറേറ്റർ കൂടി സ്ഥാപിച്ചാൽ വൈദ്യുതി നിയന്ത്രണത്തിൽ റെഗുലേറ്റർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. അതുകൊണ്ട് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഷട്ടറുകൾ ഉയർത്താനും താഴ്ത്താനുമാകും. ഷട്ടറുകളുടെ അടിഭാഗം റബ്ബർ പ്ലേറ്റുകൾ സ്ഥാപിച്ചതിനാൽ ഉപ്പുവെള്ളം ഒലിച്ചിറങ്ങുന്നത് തടയാനാകും. അതോടെ ഉപ്പുവെള്ളം ഇറങ്ങി കൃഷി നശിക്കുന്ന സാഹചര്യവും ഒഴിവാകും എന്ന പ്രതീക്ഷയിലാണ് കർഷകർ.